കേരള സർവകലാശാലയ്ക്ക് കീഴിലെ അടച്ചുപൂട്ടിയ ബി.എഡ് സെന്ററുകൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധം. ബി.എഡ് കോളേജിലെ അധ്യാപകർ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് തള്ളിക്കയറി. കേന്ദ്രം നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാമെന്ന് സത്യവാങ്മൂലം നൽകിയാൽ കോളേജുകൾ തുറക്കാമെന്ന് NCTE അറിയിച്ചിട്ടും സർവകലാശാല അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിക്കാത്തതിനെതിരെയാണ് പ്രതിഷേധം. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനാൽ കേരള സർവകലാശാലയ്ക്ക് കീഴിലെ ബി.എഡ് സെന്ററുകളുടെ അംഗീകാരം നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ റദ്ദാക്കിയിരുന്നു. ബി.എഡ് സെന്ററുകൾ അടച്ചുപൂട്ടിയതോടെ 115ഓളം കരാർ അധ്യാപകർ പ്രതിസന്ധിയിലായി. NCTE സമീപിച്ച് ബി.എഡ് സെന്ററുകൾ തുറക്കാൻ കേരള സർവകലാശാല അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് അധ്യാപകർ സർവകലാശാല ആസ്ഥാനത്തേക്ക് തള്ളിക്കയറി. നിശ്ചിത സമയത്തിനുള്ളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും നിഷ്കർഷിച്ചിട്ടുള്ള മറ്റു മാനദണ്ഡങ്ങൾ പാലിക്കുമെന്നും സത്യവാങ്മൂലം സമർപ്പിച്ചാൽ അടുത്ത അധ്യയന വർഷം കോളേജുകൾക്ക് തുറന്നു പ്രവർത്തിക്കാമെന്ന് NCTE അറിയിച്ചിരുന്നു. കട്ട് ഓഫ് ഡേറ്റ് പറയുക എന്നതിനുള്ളിൽ ഏത് തീയതിക്കുള്ളിൽ സർവകലാശാല ഇത് നടപ്പാക്കുമെന്ന് ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് അണ്ടർടേക്കിംഗ് തന്നാൽ മതി. ആ അണ്ടർടേക്കിംഗ് മുഖവിലേക്ക് എടുത്തുകൊണ്ട് തന്നെ NCTEയുടെ ഞങ്ങളൊരു യോഗം വിളിക്കാം. ഞങ്ങളുടെ സാധാരണ യോഗമല്ല, എക്സ്ട്രാ ഓർഡിനറിയായ യോഗം വിളിക്കാം. ആ യോഗത്തിൽ വെച്ച് ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി ഞങ്ങൾ തീരുമാനമെടുക്കാം. ഇനി ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? പക്ഷെ അപ്പോഴും കേരള സർവകലാശാല അനങ്ങുന്നില്ല. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ടും ബി.എഡ് സെന്ററുകൾ തുറക്കുന്നതിൽ കേരള സർവകലാശാല അലംഭാവം കാണിക്കുകയാണെന്ന് ആരോപണമുണ്ട്. കഴിഞ്ഞ അധ്യയന വർഷം സീറ്റുകൾ ഒഴിഞ്ഞുകിടന്ന സ്വാശ്രയ ബി.എഡ് കോളേജുകളിൽ ഇത്തവണ പ്രവേശനം പൂർത്തിയായി കഴിഞ്ഞു. സ്വാശ്രയ ബി.എഡ് കോളേജുകളെ സഹായിക്കാനാണ് കേരള സർവകലാശാല അധികൃതരുടെ നീക്കമെന്നും ആക്ഷേപമുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.